വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. അവർക്ക് ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഒഡീഷ പഞ്ചാബ് മത്സരം ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. കാരണം ആ മത്സരം സമനിലയാകുകയായിരുന്നെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ വർദ്ധിക്കുമായിരുന്നു. അതങ്ങനെ തന്നെ സംഭവിച്ചു. പ്ലേ ഓഫിലേക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചു. പഞ്ചാബ് ഒഡീഷ മത്സരം സമനിലയിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന, അതായത് ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ സിറ്റി FC ഗോവ മത്സരത്തിൽ മുംബൈ സിറ്റിയെ 1-3 ഗോളുകൾക്ക് FC ഗോവ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്ലീൻ ഷീറ്റിൽ ഒരു ടൈറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ മോഹൻ ബഗാൻ ഒരു എതിരാളിയായിക്കൊണ്ട് തന്നെ മുന്നിൽ നിൽക്കാൻ വേണ്ടി FC ഗോവയ്ക്ക് സാധിക്കും. ക്ലീൻ ഷീറ്റിൽ ഒരു മാസ്മരിക പെർഫോമൻസ് ഇരു ടീമുകൾക്കും കാഴ്ചവെച്ചാൽ മാത്രമാണ് ഷീൽഡ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഷർ സിറ്റുവേഷൻ തന്നെയാണ് FC ഗോവ അവർക്ക് നൽകുന്നത്. ഏതായാലും ഷീൽഡ് ആര് എടുക്കും പൊക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇനി അടുത്ത ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം വരുന്ന 15-നാണ്. മോഹൻ ബഗാനെയാണ് നേരിടുന്നത്. ടേബിൾ ടോപ്പേഴ്സ് പ്ലേ ഓഫ് ഓൾറെഡി ക്വാളിഫിക്കേഷൻ ചെയ്ത ടീമിനെതിരെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ, ശക്തരായ മോഹൻ ബഗാനെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻനിര താരമായിട്ടുള്ള നോഹ സദൈ കളിക്കില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന് 2 ആഴ്ചത്തോളം ടീമിന് പുറത്തിരിക്കേണ്ടി വരും. ട്രെയിനിങ്ങിനിടയിലുള്ള ഒരു പരിക്ക് മൂലമാണ് അദ്ദേഹം കളിക്കാൻ ഇറങ്ങില്ല എന്നിപ്പോൾ വരുന്ന റൂമറുകൾ. ഈ കാര്യം ഒഫീഷ്യലായി ബ്ലാസ്റ്റേഴ്സ് ഇഞ്ചുറി അപ്ഡേറ്റ് എന്ന വണ്ണോണം ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി ഇന്നലെ രാത്രി സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ നോഹ സദൈ ഉണ്ടാകുന്നതല്ല. പകരം കഴിഞ്ഞ മത്സരത്തിൽ അതേ ഒരു ഫോർമേഷൻ തന്നെയായിരിക്കാം ചിലപ്പം ഇറക്കാൻ പോകുന്നത്. TG പുരുഷോത്തമനായതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ വന്നേക്കാം, നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഓരോ ടീമും അവരുടെ അതിനനുസരിച്ച് ടീമിനെതിരെ കളിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയേക്കാം. അതുപോലെ തന്നെ മോഹൻ ബഗാൻ FC താരമായിട്ടുള്ള മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായിട്ടുള്ള സഹൽ അബ്ദുൾ സമദും കളിക്കില്ല. ട്രെയിനിങ്ങിനിടെ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ സഹലും ഇറങ്ങില്ല എന്നുള്ളൊരു റൂമർ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മത്സരത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ആര് വിജയിക്കും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഒട്ടുക. താങ്ക് യു.